നിങ്ങളൊരു എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഇരിക്കുന്ന സമയത്ത് അത് റൺവേയിൽ ഈ ഫ്ലൈറ്റ് കുറേ നേരം കിടക്കും. ഈ ഫ്ലൈറ്റ് ഓടേണ്ടത് ഈ റൺവേ കൂടെ കിടന്ന് ഓടാനുള്ള ഫ്ലൈറ്റ് അല്ല. ഇത് ആയിരക്കണക്കിനടി ഉയരങ്ങളിൽ ഭയങ്കര ഒരു 40,000, 35,000, 40,000 അടി ഉയരത്തിലേക്ക് ഇത് സാധാരണ ലെവലിൽ നിന്ന് ഉയർന്നു പോകാനുള്ള ഒരു വാഹനമാണ് ഫ്ലൈറ്റ്. പക്ഷെ ഇതെവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്? എവിടെ കിടക്കുന്നു? ഇത് കിടക്കുന്നത് എവിടെയാ? ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു ഗ്രൗണ്ടിൽ താഴെ കിടക്കുക. ഇതിന് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സിഗ്നൽ കിട്ടുന്നില്ല. ട്രാഫിക് ബ്ലോക്കാണ്, എയർ ട്രാഫിക് ഉണ്ടാകും. ചിലപ്പോൾ വേറൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ മറ്റൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇതിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എയർ ട്രാഫിക് സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു ഫ്ലൈറ്റിൽ കയറി ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഇരുന്നിരിക്കും. പക്ഷേ ഇതെന്താ അങ്ങോട്ട് പോകാത്ത? അപ്പോൾ അവരൊന്നും പറയത്തില്ല. കുറേ കഴിയുമ്പോൾ അനൗൺസ്മെൻറ്റുകൾ വരും. ഓക്കെ, എന്തോ അനൗൺസ്മെൻറ്റ് വരുന്നേ, ഇത് മൂവ് ആകാൻ പോവുക. അപ്പോൾ ഇത്രയും നേരം എന്തായിരുന്നു? ഇത്രയും നേരം ഈ ട്രാഫിക്, ഇവിടെ എല്ലാം ട്രാഫിക്കാണ് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റും ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഇത് മാറാതെ, ഗ്രൗണ്ട് ക്ലിയർ ആകാതെ ഇത് മേപ്പോട്ട് എടുക്കപ്പെടത്തില്ല. ഇതുപോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതം. നമ്മൾ അതുമായിട്ടും ഇതുമായിട്ടും എല്ലാം അറ്റാച്ച്ഡായി കിടക്കുന്നതുകൊണ്ട് ആത്മമണ്ഡലത്തിലേക്ക് പോകുവാൻ കഴിയത്തില്ല. എയർ ട്രാഫിക് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വലിയ കാര്യങ്ങൾ പറയാനുള്ള വ്യക്തികളാണ് നമ്മൾ. പക്ഷെ എന്താണ്? ട്രാഫിക്.